കരുതൽ കൂട്ടായ്മ തുണച്ചു. ഈ ക്രിസ്മസ് പുതുവത്സര പുലരിയിൽ സെലീന ഇനി അന്തി ഉറങ്ങുന്നത് അടച്ചുറപ്പുള്ള സുരക്ഷിത ഭവനത്തിൽ. സമാധാനത്തിന്റെ സന്ദേശവുമായി ഉണ്ണിയേശു പിറന്ന ഈ ക്രിസ്തുമസ് കാലം സെലീനയ്ക്ക് രണ്ടാം ജന്മം. സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന സ്വന്തമായി ഒരു വീട് എന്നത് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷമാണ് സെലീനയ്ക്ക് ഉള്ളത്. ഇതിന് കണ്ണീരോടെ നന്ദി പറയുന്നത് ഒരു കൂട്ടം സന്മനസ്സുകൾക്ക്. തോട്ടപ്പള്ളി കൊട്ടാരവളവ് ഗേറ്റിങ്കൽ വീട്ടിൽ സെലീനയ്ക്കാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സുമനസ്സുകളുടെ സഹായത്താൽ വീട് നിർമ്മിച്ച് നൽകിയത്. ഭർത്താവ് ജോസഫ് 3 വർഷം മുൻപ് അപകടത്തിൽ മരണപ്പെട്ടതോടെ ഉപജീവനത്തിനായി പലരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വന്നു. സെലീനയുടെ ദുരിത ജീവിതം അറിഞ്ഞ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് മുൻകൈയെടുത്ത് ഉപജീവനത്തിനായി ഉണ്ണിയപ്പം നൽകി. ഇത് വിറ്റ് കിട്ടുന്ന പണമാണ് സെലീനയ്ക്ക് ആശ്രയമായിരുന്നത്. ഇതിനിടയിൽ സെലീനയ്ക്ക് അന്തിയുറങ്ങാൻ മെഴുകുതിരി ചലഞ്ച് നടത്തി സമാഹരിച്ച തുക കൊണ്ട് കെട്ടുറപ്പുള്ള വീട് നിർമ്മാണത്തിനും തുടക്കമിട്ടു. കരുതലിന്റെ മെഴുകുതിരി വെളിച്ചത്തിന്റെ കാരുണ്യസ്പർശത്തിൽ തീർത്ത വീടിന്റെ ഗൃഹപ്രവേശന കർമ്മം ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ഈ വിഭിന്ന ആശയങ്ങളുമൊക്കെ ആയിട്ട് സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇതുപോലെയുള്ള സാഹോദര്യമാണ് നമ്മുടെ കൂട്ടായ്മയ്ക്ക്, നമ്മുടെ രാജ്യത്തിനും ആവശ്യം. അവിടെ ഇത് 75ാമത്തെ ഭവനമാണ്. ഇനിയും ഒരുപാട് ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം പൂർത്തിയാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ വീടാണെങ്കിലും ഐശ്വര്യമായിട്ടുള്ളൊരു വീടാണ്. ഇതിൻ്റെ എക്സ്പാൻഷനൊക്കെ സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പോൾ ഇതുകൊണ്ട് സെല്ലിന് സന്തോഷമായിരിക്കുക. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. സാമി മധുരനാഥ്, MS സൈഫുദ്ദീൻ, മിസ്ബാബി തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തി. മുഹമ്മദ് നബി പറഞ്ഞൊരു വചനം, നിങ്ങൾ സ്ത്രീകളെയും അതുപോലെ അനാഥകൾക്കുമുള്ള അവകാശങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളും നിങ്ങൾ അത് കൃത്യമായി ചെയ്തു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നരകീയ ശിക്ഷകൾ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നൊരു വചനം എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. അവിടെ സ്ത്രീ എന്ന ഒരു പദം തിരുനബി ഉപയോഗിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവിടെ അത് പറയാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. ഇവിടെ ആ സെലീന എന്ന പ്രിയപ്പെട്ട സഹോദരി, ആ സഹോദരിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്താൻ ഒരു വീടൊന്ന് ശരിയാക്കി കൊടുക്കണം എന്ന് അച്ഛൻ പ്രാർത്ഥിക്കാൻ ഒരു മുറി വേണം. അപ്പൊ അവരുടെ ലക്ഷ്യം ഈ കയറി കിടക്കുക എന്നത് മാത്രമല്ല, ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കി കൊടുക്കുക. അത് നമ്മൾ കാണാതെ പോയാൽ തിരുനബിയുടെ വചനം ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടൂല. 75ാമത്തെ വീടാണ്. പല വീടുകളുടെ ഇതിനകത്ത് ഞാനും അച്ചായനും ഇവിടെ കൂടിയിട്ടുണ്ട്. ഞാൻ അന്നും പറഞ്ഞു, ഒരു 100 ആകുമ്പോൾ നമുക്കൊരു ആഘോഷം വേണം, അത് നാടറിഞ്ഞ് ചെയ്യണം എന്നൊരു കർമ്മം. അതിന് വലിയ ആൾക്കാർ വന്നിട്ട് അത് നല്ല രീതിയിൽ അത് അന്നും നമ്മളുണ്ടാകും കൂട്ടത്തിൽ. പക്ഷേ ആ ഒരു എല്ലാവരും അറിഞ്ഞ് അങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്യണമെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, ഈ നാടിൻ്റെ ഒരു തണലാകാൻ, കരുതലാകാൻ നമുക്ക് ഈ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയ്ക്ക് കഴിയണം. ഫാദർ തോമസ് പാലവിള, ഫാദർ ജിബിൻ കുര്യാക്കോസ്, സിസ്റ്റർ ഫ്ലോറ, KT തോമസ്, വർഗീസ് K തോമസ്, KT ചാക്കോ, പോൾ വർഗീസ്, അനീഷ്, റിയാസ്, അഷറഫ്, സുഭാഷ്, ജോമോൻ, സാദിഖ് ഇരുവേലി, ജോസ് എന്നിവർ പങ്കെടുത്തു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 75ാമത് വീടാണിത്. മെഴുകുതിരി ചലഞ്ചിലൂടെ 5 വീടുകളാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ നിർമ്മിക്കുന്നത്. ഇതിൽ ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി, മറ്റ് 3 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നൊരു മാറ്റം, അവർക്ക് പലരുടെ കയ്യിലും കൈനീട്ടി ജീവിക്കേണ്ട അവസ്ഥയ്ക്കൊരു മാറ്റം. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സെലീന പമ്പിൽ നിന്ന് ഉണ്ണിയപ്പം വിൽക്കുക. ഒരു കൊച്ചുമോള് ഹരിപ്പാട് പമ്പിൽ നിന്ന് ഉണ്ണിയപ്പവും പപ്പടവും വിറ്റ് 1000 രൂപയാണ് അവരുടെ വരുമാനം. ഒരു ദിവസം അവരുടെ വരുമാനം 1000 രൂപയാണ്. അത്തരത്തിൽ ആദ്യത്തെ ഉണ്ണിയപ്പ കച്ചവടം തൊട്ട് ഇന്ന് 288 ചലഞ്ചുകൾ. ഈ ചലഞ്ചുകൾ മിക്കതും അവരവർ ഏറ്റെടുത്ത് അത്തരം ചലഞ്ചുകളിൽ കൂടി അവർ ജീവിക്കുക. 22 ദിവസം കൊണ്ടാണ് ഈ വീട് പൂർത്തിയായത്. ഇത് തകർന്ന് ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റത്തില്ല. പാമ്പൊക്കെ ഉണ്ട്, അത് നോക്കിയപ്പോൾ അതിൻ്റെ ഇഴജന്തുക്കളാണ് അറിയിക്കുന്നത്. ആ ഒരു വീടിന്ന് ഒരു സ്വർഗമാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. ഇതിൽ ഒത്തിരി പേര് സഹകരിച്ചു. മെഴുകുതിരി ചലഞ്ച് തുടങ്ങി. ആ മെഴുകുതിരി ചലഞ്ച് ഈ 12-ാം തീയതി തീരും. ഒരു വീടിൻ്റെ 5 വീടാണ്. അങ്ങനെ ദൈവകൃപയാൽ നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും കൊണ്ട് ഇങ്ങനൊരു വീട് എനിക്ക് അതിൽ കൂടുതൽ പറയാനില്ല. എനിക്ക് 24-ാം തീയതി വീണ്ടും ഒരു ചലഞ്ചാണ്. ഡിസംബർ 24 കർത്തിപ്പള്ളി ജംഗ്ഷനിൽ വെച്ച് ഒരു പരിമല ഹോസ്പിറ്റലിൽ കിടക്കുക. ഒരു 18 ദിവസമായി ഒരു കച്ചവടക്കാരി
അവർ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുമ്പം കുഴഞ്ഞു വീണു. അവർക്കിപ്പം രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളതല്ല, ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒരു സാധാരണ കുടുംബം അവരെ സഹായിക്കാൻ ക്രിസ്മസിൻ്റെ സന്തോഷം രജനിക്ക് സഹായം എന്ന ഒരു വാക്കുമായി 24 കേക്ക് കൊടുക്കുക, ക്രിസ്മസ് കേക്ക്, കരോൾ ചലഞ്ച്, എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. അച്ഛനൊക്കെ പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.